ഞാൻ ആവുന്നത് മുഖം വെറുപ്പിക്കാതിരിക്കാൻ നോക്കുക. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ആ കൊറേ കാലയിലേ വന്നിട്ട് അപ്പൊ പിന്നെ ഒരുപാട് പറയാനുണ്ടാവൂലേ. നീ പിള്ളേരെ കൊണ്ടുവരാതെ പടവലത്ത് ഒറ്റയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന എന്തുകൊണ്ടാന്നൊക്കെ എനിക്കറിയാം. അമ്മ ഞാൻ അങ്ങനെ തന്നെ വരണു, ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാ. എന്ത് തിരക്കാന്നറിയാമോ? പിന്നെ പിള്ളേരാരും അറിയില്ലേ, വലുതായില്ലേ, അവർക്ക് അവരുടേതായ തിരക്കില്ലേ. നീ ആരുടെ മുഖം രക്ഷിക്കാനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. ആ എത്തിയോ കുമാരൻ? അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ. അമ്മ എന്തെങ്കിലും മനസ്സിലുണ്ടേ അമ്മ അത് തുറന്നു പറ. മനസ്സ് വെച്ചിട്ടിരിക്കല്ലേ. മനസ്സ് തുറക്കൂ. അമ്മൂമ്മ മിണ്ടാലും ഒച്ചേ. അമ്മൂമ്മ മനസ്സ് തുറക്കാൻ പോണു. മനസ്സ് തുറക്കാനോ? ഞാൻ നിന്നെ പോലെ താക്കോലിട്ട് മനസ്സ് പൂട്ടി വെച്ചിട്ടൊന്നുമില്ല. അയ്യോ അമ്മൂമ്മ, അച്ഛന്റെ മനസ്സിൽ തുറന്ന പുസ്തകമാണ്, ആർക്ക് വേണമെങ്കിലും വായിക്കാം. നിന്നോട് അഭിപ്രായം ചോദിച്ചോ? എന്നപ്പോ ബാലു, അമ്മ പറയാണ് ഞാൻ പടവലത്ത് പോകുമ്പോ പിള്ളേരെ പോലും കൊണ്ടുപോകാൻ അങ്ങോട്ട് ചെല്ലണത് എന്തിനാണെന്ന് അമ്മയ്ക്ക് അറിയാന്ന്. എടി അത് ഈസി ആയിട്ട് മാമിക്ക് മനസ്സിലാവൂലേ. പിള്ളേരെ പടവലത്ത് പോകുമ്പോ ഞാനല്ലേ വഴക്ക് പറഞ്ഞത്. നിന്നെ ഞാൻ പടവലത്ത് വിടാറില്ലല്ലോ, ഞാനും പോറില്ല. അങ്ങനെ മനസ്സ് തുറക്കടാ മരുമോനെ, നിന്നെ എനിക്ക് അറിഞ്ഞുകൂടായോ? ചുമ്മാ പറഞ്ഞേണമ്മ. ഇതൊക്കെയാണ് മാമിയുടെ മനസ്സിലിപ്പ്. കൊള്ളാം മാമി, കൊള്ളാം. ഇതാണ് മാമ ഇങ്ങോട്ട് വരുമ്പോഴേ മാമി മനഃപൂർവ്വം വരാത്തത്. അങ്ങനെ നിന്നെ ഒന്നും എനിക്ക് ഇഷ്ടമല്ലാത്തോണ്ട്. അമ്മൂമ്മ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ തമ്മിലുള്ള പോരിന് വെറുതെ ഞങ്ങളെ അടിച്ച് പുറത്താക്കരുത് പ്ലീസ്. അറിയപ്പെടാ അമ്മൂമ്മ ഓരോ കാര്യങ്ങൾ പറയല്ലേ, നീ എന്താ അറപ്പിക്കണത്? അറിയപ്പാ അമ്മ, അപ്പൂപ്പൻ ഇപ്പൊ പറഞ്ഞുള്ളൂ ഇവിടെ അമ്മായിയമ്മ മരുമോൻ പോര് തുടങ്ങിണ്ടാവുന്നു. കറക്റ്റ്. അച്ഛനെ അവിടെ എല്ലാം കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. അറിയാലോ അച്ഛന്റെ സ്വഭാവം. ദേഷ്യം വന്ന് അച്ഛനെ ഇങ്ങോട്ട് കയറി വരും. പിന്നെ അറിയാലോ എന്താന്ന്. നീ ഉണ്ടായ കുട്ടമ്പിളർ, അവള് കുട്ടമ്പിളരെ മോളാണെങ്കിൽ ഞാൻ കുട്ടമ്പിളരെ മനുമോനാണ്. എന്തോന്ന് വെച്ചാ അമ്മമ്മക്ക് വയ്യാണ്ടിരിക്കല്ലോ, അതിന്റെ ഇടയിൽ ഒരു ടെൻഷൻ കയറ്റി കൊടുക്കില്ലേ അച്ഛാ? ആർക്കടാ വയ്യാത്ത? അല്ല ഞാൻ എടാ എത്ര വയ്യാതെ വന്നാലും ചോനറത്തല ഭവാനിയുടെ അടുത്ത് കൊമ്പ് തോർക്കാൻ വന്നാലേ വിടത്തില്ല. അമ്മ അച്ഛൻ ഇങ്ങോട്ട് വരുമെന്ന്. ഏറ്റേനെ അച്ഛനാ ആരും അങ്ങനെ മാമി വിടൂല. അത്രയ്ക്ക് അഹങ്കാരമാണ്. ആർക്കടാ അഹങ്കാരം? അത്രയ്ക്ക് ദേഷ്യമാണ് മാമി. എന്റെ പൊന്ന നിനക്ക് അമ്മൂമ്മ വേറെ ഇല്ലടാ. അറിയപ്പെടാ ഞാനെന്ത് പറയാനാ? അപ്പൊ ഒന്നും പറയാനില്ലേ? ഇപ്പൊ പറയുന്നത് മുഴുവനേ നാട്ടുകാരാ. നാട്ടുകാരെന്തമ്മ പറയണേ? നാട്ടുകാർ മാത്രമല്ല, പാഴൂരുള്ള നമ്മുടെ ബന്ധുക്കളും പറയുന്നുണ്ട്. എന്തു പറയണ്ട്? വസ്തു ഭാഗം വെക്കാത്തതിന്റെ പേരിലേ ഞാനും നീയും കൂടെ വഴക്കാണെന്ന്. അതുകൊണ്ടാണ് ഇവിടുന്ന് ആരും അങ്ങോട്ട് വരാത്തതെന്ന്. അതിന്റെ പേരിൽ ഇവൻ എന്നെ തെറി വിളിച്ചു എന്ന് വരെ ആൾക്കാർ പറയുന്നത്. കാര്യം ഓരോള്ള ആരോണ് പറഞ്ഞിരിക്കുന്നത്. നാണം കെട്ട് തലയുയർത്തി നടക്കാൻ പറ്റുന്നില്ല. ബന്ധുക്കളാമ്മ പറഞ്ഞത്? അമ്മ കേട്ടായിരുന്നാ? ഞാൻ ബന്ധുക്കളുടെ വീട്ടിൽ പോയപ്പോ തന്നെ ഇതൊക്കെ കേട്ടത്. മാമി ഒരു കാര്യം ചെയ്യണം. ഈ വല്ല അയലൊക്കെ ചെന്ന് തിണ്ണേക്കറി ഇരുന്ന് കൊണ്ട് ചായയും ഈ പപ്പടവട തിന്ന് ലോക കാര്യങ്ങളും പറഞ്ഞ സമയം കൊണ്ട് മാമൻ പറമ്പി കളക്കുമ്പോൾ രണ്ട് മരിച്ചിനി സഹായിക്കും. അങ്ങനെങ്കിലും ഒരു ഉപകാരപ്പെട്ടിട്ട്. നീ എന്താ അതൊക്കെ ചെയ്യാത്ത? മാമി ഈ വീടാതിനെ കയറി നുണ കേൾക്കുകയും പറഞ്ഞ ശീലം ഉണ്ടല്ലോ, അത് മാറ്റിയെടുക്കാൻ വലിയ പാടാണ്. അവൻ എന്തൊരു വർത്താനം അടി പറഞ്ഞു പോയേ? വെറുതെ എന്തിനാ പോയി വഴക്കുന്നത്? ഇവിടെ നിൽക്കമ്മ. എടി നിന്റെ ഭർത്താവ് പറയുന്ന കേട്ടെ രസിച്ച് നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടു. അമ്മ കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. അമ്മോ അമ്മ വരത്തില്ലേ അമ്മ? അമ്മ എവിടാടി നിങ്ങളുടെ അച്ഛൻ? എവിടാ? ഞങ്ങളിപ്പം അമ്മൂമ്മയുടെ കൂടെ വന്ന. എന്താ അമ്മൂമ്മ പ്രശ്നം? അവനെന്നെ തിണ്ണനിറങ്ങിന്ന് വിളിച്ച് കളിയാക്കി ചിരിച്ചിട്ട് പോയടി. അവനെ വസ്തുവിന്റെ കാര്യത്തിൽ ഞങ്ങളോട് ദേഷ്യമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ അങ്ങോട്ട് വിടാത്തതും അവൻ അങ്ങോട്ട് വരാത്തതും. അമ്മ ഒന്നും മിണ്ടാതിരിക്കുമ്പോ അച്ഛൻ കേട്ടിട്ട് അച്ഛൻ ഇങ്ങോട്ട് ഇറങ്ങി വരും. അച്ഛൻ അപ്പുറത്ത് റൂമിലുണ്ടാവും. പിന്നെ അമ്മയ്ക്ക് അടി കിട്ടൂ കേട്ടാ. കേക്കട്ടെടി, അങ്ങേരും കേക്കട്ടെ. ഞാൻ രണ്ടും കൽപ്പിച്ച് അവിടെ വന്നേക്കുന്നത്. എനിക്ക് അങ്ങേരോട് ചിലത് പറയാനുണ്ട്. എന്തോന്ന് അമ്മൂമ്മ? അത് അപ്പൂപ്പനെ കേട്ട് എണീച്ചതാ വന്നുകൊണ്ടിരിക്കുന്നു. എന്തോ നാടി ഇവിടെ പ്രശ്നം? നിങ്ങൾ നോക്കിക്കോ, ആ ബാലുവിനെ ഇനി ഞാൻ ശരിയാക്കും. നീ എന്തോ ശരിയാക്കാനാടി? അവൻ കൊച്ചുകുട്ടിയൊന്നും അല്ല, 19 വയസ്സായി. മോടെ കല്യാണവും കഴിഞ്ഞു. അവനേ നിന്റെ മരുമോനാ. അവള് ശരിയാക്കാൻ നടക്കുന്നു. അവനെ ഈ കേശുവിന്റെ പ്രായത്തിൽ അവിടെ വന്നതാ. എനിക്ക് ഇന്നും അവൻ കുഞ്ഞു തന്നെ. അവൻ അവിടെ ചുറ്റിക്കറങ്ങി നടന്ന് എന്റെ പെങ്കൊച്ചിനെ അടിച്ചോണ്ടങ്ങ് പോയി. കള്ളൻ. എങ്ങനെ? ഒന്നുകൂടെ പറ. അടിച്ചോണ്ട് പോയെന്നാ? എവളെന്ന് എൻ്റെ തലയിലായോ അന്ന് എൻ്റെ ശനിദേശം തുടങ്ങി. ഭാര്യയുടെ രൂപത്തിലും അമ്മായിയുടെ രൂപത്തിലും. മാമ പറയണമെന്ന് വേറെ വിചാരിക്കല്ലേ. ഞാൻ വെറുതെ അവിടെ അടക്കള നിൽക്കായിരുന്നു. അപ്പം വഴക്കുണ്ടാക്കാൻ വേണ്ടി അവിടെ ചീറിപ്പാഞ്ഞ് വന്നിട്ട് പറയാണ്,
അവിടെ വസ്തുവിന്റെ കാര്യത്തിലാണ് ഞാൻ ഇവളും കൂടെ പിണങ്ങി മാറി നിൽക്കണമെന്ന്. അതുകൊണ്ടാണ് നമ്മൾ പടവലത്തിൽ വരാത്തതെന്ന്. എന്നിട്ട് പിന്നെ അങ്ങോട്ട് തുടങ്ങി കല 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 എന്ന് പറഞ്ഞു. ഒന്ന് നിർത്തടാ. അച്ഛാ നാട്ടുകാരും ബന്ധുക്കളും അങ്ങനെ പറയണ്ടോ നമ്മൾ തമ്മിൽ വസ്തുവിന്റെ കാര്യത്തിൽ പ്രശ്നമുണ്ടെന്ന്? അങ്ങനെ ആരും അല്ല എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ മോളെ. പിന്നെ നിങ്ങളാരും അങ്ങോട്ട് വരുന്നില്ലല്ലോ എന്ന് ചിലരൊക്കെ പറഞ്ഞു. കേട്ടല്ലോ. പക്ഷെ ഞാൻ അറിഞ്ഞ അങ്ങനൊന്നും അല്ല. നീ എന്തുവാടാ പറഞ്ഞത്? ഞാൻ ചായയും പപ്പടവടയും കഴിച്ച് വല്ലവരുടെ തിണ്ണ ഇറങ്ങി നടക്കുവാന്നില്ലയോ? ആമാ പണ്ട് ഈ പരിപാടി ഇല്ലായിരുന്നല്ലോ, ഇതെപ്പോ തുടങ്ങിയത്? ഇപ്പൊ അങ്ങും ഇങ്ങും കുറെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. പറഞ്ഞാ കേൾക്കത്തില്ല. പോകഞ്ഞ പള്ളി പുറത്ത് അത്ര തന്നെ. എന്തുവാടാ? അവനല്ലാതെ അല്ല ഈ ചർച്ച ഒന്ന് അവസാനിപ്പിക്കാൻ പറ്റുമോ? ഇതെന്ത് നാണക്കേടാന്നറിയാമോ? സാധാരണ അമ്മായിയമ്മയും മരുമോനെന്നൊക്കെ പറയുമ്പോ ഒരു ബഹുമാനമൊക്കെ ഉണ്ടാവും. ഇത് നേരെ ഓപ്പോസിറ്റ് രണ്ടെണ്ണം. നാട്ടുകാർ അറിഞ്ഞ എന്ത് നാണക്കേടാന്നറിയാമോ? നാട്ടുകാരോട് പോകാൻ പറയടി. നാട്ടുകാരാ നമുക്ക് ഇലവിനിരുന്നേ. നീ എന്തൊക്കെയാടി വിളിച്ചു പോകുന്നത്? ആമാ വായിക്കൊള്ളാത്തത് കോവയ്ക്ക് പാട്ട്. നീ എന്തിനാണ് ഈ അസ്ഥാനത്ത് പഴഞ്ചൊല്ലി പറയുന്നേ? ചൊല്ലിക്കൊണ്ട് തല്ലിക്കൊണ്ട് തള്ളിക്കള അത്ര തന്നെ. മാമി ഇറങ്ങി പോവാം ഇങ്ങോട്ട്. ഇവൻ പിന്നെ ഒരുമാതിരി പഴഞ്ചൊല്ലും പറഞ്ഞോണ്ട് വരുവാന്നല്ലോ. പഴം ചൊല്ലി പതിരില്ല മാമി. ഒറ്റടി ഒന്നുണ്ടല്ലോ. ഒരു മരുമോനെ ഉള്ളെങ്കിലും ഒലക്കൊക്കെ അടിച്ചു വളർത്തുന്നാ പറയുന്നത്. അല്ല അങ്ങനെ ഒരു പഴം ചൊല്ലി ഇല്ലല്ലേ. നീ ഇപ്പൊ കുറെ പഴഞ്ചൊല്ലം ഉണ്ടാക്കിയില്ലയോ? അതുകൊണ്ട് ഞാനും ഒരെണ്ണം ഉണ്ടാക്കിയതാ. അമ്മ ഒന്ന് നിർത്തമ്മ, ഈ നാടകം കണ്ട് മടുത്ത് ഞങ്ങക്ക്. ആഹാ ഇറങ്ങി ഇറങ്ങി പെട്ടിയെടു നമുക്ക് പോവാം. പടവലത്ത് പോവാം. എവിടെ? പടവലത്ത് ഞാൻ വരും. വന്നിട്ട് ബന്ധുക്കളും നാട്ടുകാരും ഓരോ വീടുകളിലും ഞാൻ കയറി ഇറങ്ങി ചോദിക്കും, ഞാനും നീലും വസ്തുവിന്റെ പ്രശ്നത്തിലാണോ, നമുക്ക് വസ്തു തരാത്തോണ്ടാണോ അങ്ങോട്ട് വരാത്ത ചോദിക്കും. അപ്പൊ നാട്ടുകാരെയത് ബന്ധുക്കളായത് പറയുന്നതിനും പറയാത്തതിനും തമ്മിൽ ഞാൻ പിടിപിടാൻ തെരഞ്ഞു എടുക്കും. നോക്കിയോ, തിണ്ണ ഇറങ്ങാൻ മാമിയേക്കാൾ കൂടുതൽ എനിക്കറിയാം. നീ പണ്ടേ തിണ്ണറിയാന്ന് എനിക്കറിയാം. അങ്ങനെ ഇറങ്ങി ഒരു വീട്ടിൽ നിന്ന് ഇരുന്ന് തന്നെ എവിടെ തലയിലായത്. എടാ മോനെ, നീ അങ്ങോട്ട് വരാത്തന്റെ വിഷമത്തിന് ഞാൻ വെറുതെ പറഞ്ഞാടാ. എടാ അവിടെ വന്ന് നീ നാറ്റിക്കല്ലേടാ. അവിടെ ഞങ്ങൾക്കൊരു നിലയും വിലയുണ്ടടാ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു മാമി? ഉപ്പ് തിന്നവായി വെള്ളം കുടി. നിന്നെ ഞാൻ ആമാ എടുത്തോണ്ട് പോ. നീ എടുത്താ മതിയടാ. എന്തിന് ഒന്നാമത് മുട്ട് വയ്യ, പിന്നെ എന്തിന് കുളക്കോഴിയെ പോലെ കിടന്ന് ചാടണത്? ഞാൻ ഒരു കാര്യം പറയാം. കൊഞ്ചു ചാടിയ ചട്ടിയോളം, മാമി ചാടിയ മുട്ടോളം.